നമസ്കാരം. കഴിഞ്ഞ ജനുവരി 15-നാണ് മിഹിർ മുഹമ്മദ് എന്ന 14-കാരൻ ചോയ്സ് ഫ്ലാറ്റിൻ്റെ 26-ാം നിലയിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്. വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു ഇത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് മിഹിർ മുഹമ്മദിൻ്റെ മാതാവായ രചന ഒരു പരാതിയുമായി രംഗത്ത് വരുന്നത്. മിഹിർ മുഹമ്മദ് 3 മാസം മുമ്പ് ചേർന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന ഇൻ്റർനാഷണൽ സ്കൂളിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആ ഒരു പരാതിയൊക്കെ. ആ പരാതിയിൽ കൃത്യമായി പറയുന്നത് ഈ സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മിഹിർ മുഹമ്മദിനെ ക്രൂരമായി റാഗിങ് ചെയ്തു എന്നായിരുന്നു ആ പരാതി. എന്നിട്ടും ഈ സ്കൂൾ അധികൃതർ അതിനെതിരെ യാതൊരു നടപടിയും എടുത്തില്ല എന്നാണ് പറയുന്നത്. ഈ കാണുന്ന സ്കൂളിലാണ് ഈ മിഹിർ മുഹമ്മദ് പഠിച്ചിരുന്നത്. ഗ്ലോബൽ പബ്ലിക് സ്കൂളാണ്, ഇൻ്റർനാഷണൽ സ്കൂളാണ്. ഒരുപാട് ഉന്നതരായിട്ടുള്ള ആളുകളുടെയൊക്കെ മക്കളൊക്കെ പഠിക്കുന്ന ഒരു വലിയ സ്കൂളാണ്. ഈ സ്കൂളിൽ വെച്ചാണ് ക്രൂരമായ റാഗിങ്ങിന് ഈ മിഹിർ മുഹമ്മദ് ഇരയായതെന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും ബാലാവകാശ കമ്മീഷനും അടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ മിഹിർ മുഹമ്മദിന്റെ അമ്മ രചന പറയുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ മിഹിർ മുഹമ്മദിനെ ഈ സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗിങ്ങിന് ഇരയാക്കി കക്കൂസിലേക്ക് കൊണ്ടുപോയി, അതായത് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി ടോയ്ലറ്റ് നക്കിപ്പിക്കുകയും പിന്നെ അതുപോലെ ഫ്ലഷിലേക്ക്, അതായത് മുഖം ക്ലോസറ്റിലേക്ക് അമർത്തി വെച്ച് ഫ്ലഷ് ചെയ്യുകയും ചെയ്തു എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് അവർ ആ പരാതിയിൽ ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച് അവർ പല കുട്ടികളുമായി സംസാരിച്ചു. ആ കുട്ടികളാണ് ഇത് കൃത്യമായി പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെയൊക്കെയാണ് മിഹിർ മുഹമ്മദിന് ഈ സ്കൂളിൽ നിന്നും ഏൽക്കേണ്ടി വന്ന റാഗിംഗ് എന്ന്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ സ്കൂളിലെ കുട്ടികളായിട്ടുള്ള ഇത്തരം റാഗിംഗ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. ഈ സ്കൂൾ അധികൃതരോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഇത് പുറം ലോകം അറിയുമ്പോൾ അവരുടെ സൽപ്പേരിന് മോശമുണ്ടാകുമെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പോലീസിൽ അറിയിക്കുക എന്നതിലപ്പുറം മറ്റൊരു ബാധ്യതയും അവർക്ക് ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്തിയത് എന്നാണ് മിഹിർ മുഹമ്മദിന്റെ അമ്മ രചന പറയുന്നത്. അതായത് മകനെ സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചുമാണ് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്. അവന് ശാരീരിക ഉപദ്രവം ഏൽക്കുകയും നിറത്തിന്റെ പേരിലും മറ്റുള്ള പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പൂഴ്ത്തി വെച്ച് ഫ്ലഷ് ചെയ്യുകയും ടോയ്ലറ്റിലെ സൈഡിൽ നക്കിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർക്കിത് ബോധ്യപ്പെട്ടതെന്നും ആ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തിന്റെ വാസ്തവം അറിയാൻ പലവട്ടം ഈ സ്കൂൾ അധികൃതരുമായി മറുനാടൻ ബന്ധപ്പെട്ടതാണ്. പക്ഷേ പ്രിൻസിപ്പൽ അതിന് വ്യക്തമായി മറുപടി തരാൻ തയ്യാറായില്ല. മറുനാടിന്റെ നമ്പർ അടക്കം ഇവരുടെ റിസപ്ഷനിലേക്ക് കൊടുത്തതിന് ശേഷം ഇത്തരത്തിലൊരു വിശദീകരണം ചോദിക്കുവാനായി വിളിച്ചതാണ്. അദ്ദേഹത്തോട് ഒന്ന് ബന്ധപ്പെടുവാൻ പറഞ്ഞതാണ്. പക്ഷേ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ നമ്മളെ ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വ്യക്തമായ ഒരു മറുപടി തന്നിട്ടില്ല. അത് തന്നെ ഇതിനകത്തൊരു വലിയ ഒളിച്ചുകളി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുന്നത്? ഇവർക്ക് ഒന്നും പറയാനില്ലേ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഈ സ്കൂളിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ കൃത്യമായി പോലീസിലോ അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷനോ അറിയിക്കുവാനുള്ളൊരു ബാധ്യത കൂടി ഈ സ്കൂൾ പ്രിൻസിപ്പലിന് ഉള്ളതാണ്. പക്ഷേ അതൊക്കെ മറച്ചു വെക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ മിഹിർ മുഹമ്മദിന്റെ മാതാവ് രചന പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഈ സ്കൂൾ പ്രിൻസിപ്പലിനെ അടക്കം ഇവിടുത്തെ അധ്യാപകരെ അടക്കം പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം കൗൺസിലിംഗ് നൽകുകയും അവരെ ബാലാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് നടത്തി ഏതെങ്കിലും തരത്തിൽ മറ്റ് കുട്ടികളിൽ നിന്ന് ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഒരു വിശദമായ അന്വേഷണം തന്നെ ഈ സ്കൂളിനെതിരെ ഉണ്ടാകണം. ഇനിയും ഒരു കുട്ടിക്ക് ഇവിടെ നിന്നും ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ഇതിന് കൃത്യമായ ഒരു നടപടിക്ക് വേണ്ടി അവരും രംഗത്തെത്തേണ്ടതാണ്. നമ്മൾ ഒരുപാട് പണവും സ്വാധീനവും ഒക്കെ ഉള്ളവരായിരിക്കാം. തങ്ങളുടെ മക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയാനുള്ള ആർജവം കൂടി ഈ കുട്ടികളുടെ മാതാപിതാക്കൾ കൂടി മുന്നിട്ടിറങ്ങി കാണിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇനിയും ഇതുപോലെ മിഹിർ മുഹമ്മദുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൊച്ചിയിൽ നിന്നും DK ദിലീപിനും പ്രത്യുഷിനുമൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.